ട്രാക്ഷൻ കൺട്രോൾ എന്ന് എല്ലാവരും കേട്ടിട്ടുണ്ടാവും. ഞാനീ പറയുന്ന 100% പേരും ഈ വീഡിയോ കാണുന്നതിൽ എല്ലാവരും ട്രാക്ഷൻ കൺട്രോൾ എന്നുള്ള വേർഡ് കേട്ടിട്ടുണ്ടാവും. അതിൽ 80% പേര് ഇത് ഉപയോഗിച്ചിട്ടുണ്ടാവും. അതിൽ 20% പേര് മാത്രമാണ് ഇത് ഉപയോഗിക്കാത്ത വ്യക്തികളുണ്ടാവും. അവരോട് മാത്രമാണ് ഞാൻ പറയുന്നത്. നമ്മളെല്ലാവരും വണ്ടി മേടിക്കുമ്പോൾ മാക്സിമം നല്ല ഫീച്ചേഴ്സിലെ വണ്ടി നോക്കിയിട്ടാണ് ആരും ബേസ് മോഡൽ എടുക്കുന്നില്ല. കാരണം അതെന്തോ ഒരു സ്റ്റാറ്റസ് കുറവ് പോലെയോ അല്ലെങ്കിൽ എന്താ പറയുക അത്ര നല്ലതല്ല എന്നൊക്കെ കരുതിയിട്ടാണ് ആൾക്കാർ എടുക്കാത്തത്. പക്ഷേ നല്ല എഫിഷ്യൻ്റ് ആയിട്ടുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വണ്ടികൾ എടുക്കുന്ന സമയത്ത് ഇതുപോലുള്ള സെറ്റിങ്സ് ഉപയോഗിക്കാത്ത 20% പേരുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു ലേഡി ഒരു റോഡിൽ, എൻ്റെ നാടിനടുത്തുള്ള റോഡിൽ നിന്നിട്ട് ട്രാക്ഷൻ കൺട്രോൾ ഇട്ടിട്ട് ടയർ ചളിയിൽ നിന്ന് ഇങ്ങനെ തിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ട്രാക്ഷൻ കൺട്രോൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ആ മഡിൽ നിന്ന് വണ്ടി കയറി പോവില്ല. അത് ഈ ട്രാക്ഷൻ കൺട്രോൾ അറിയുന്നവർക്ക് മനസ്സിലാവും. അപ്പോൾ ഞാൻ പറയുന്നത് ഇത് ഉപയോഗിക്കാൻ അറിയാത്ത 20% ആൾക്കാരോട് മാത്രമാണ്. ട്രാക്ഷൻ കൺട്രോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ റോഡിൽ നിന്നില്ല സ്കിഡ്നെസ് കുറയ്ക്കാനായിട്ട് ഒരു ടെക്നോളജിയാണ്. അതോടുകൂടി ABSലൂടെ ആ ടയറിൻ്റെ മൂവ്മെൻറ്റും കുറക്കും. എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്കിഡ് ആവുന്ന ടയറിനെ അനലൈസ് ചെയ്തിട്ട് ആ സ്കിഡ്നെസ് ചെയ്യുന്ന ടയറിലേക്കുള്ള പവർ റെഡ്യൂസ് ചെയ്യും. അതിനോടൊപ്പം തന്നെ ABS മുഖാന്തരം ബ്രേക്ക് അഡ്ജസ്റ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ബ്രേക്കും പിടിക്കും സ്കിഡ്നെസ്സും കുറക്കുമ്പോൾ ആ ടയർ പെട്ടെന്ന് സ്കിഡ് ആവില്ലല്ലോ. ഇതാണ് ഇതിൻ്റെ ഒരു വർക്കിംഗ്. ഇതിൽ എല്ലാ വണ്ടികളിലും ഞാൻ ഇവിടെ കാണിക്കുന്ന പോലത്തെ ഒരു ചിഹ്നം കാണാൻ പറ്റും. അതിലുപരി ഇങ്ങനത്തെ ഒരു ബട്ടൺ ഉണ്ടാവും ABS ഓൺ ആക്കാൻ. ഇപ്പോൾ പ്രീമിയം വണ്ടികളിൽ ഇതിൻ്റെ ലെവലുണ്ടാവും. 8 മേലെ എത്തിയെന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത് കേട്ടോ. ഏത് ലെവലാണെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. എന്നാലും പ്രീമിയം വണ്ടികളിൽ അതിൻ്റെ പല മോഡുകളൊക്കെ തന്നെയുണ്ട്. ഈ എന്താ പറയുക, ഈ ഒരു സിസ്റ്റത്തിൻ്റെ പല ട്രാക്ഷൻ കൺട്രോളിൻ്റെ വ്യത്യസ്ത മോഡ് തന്നെയുണ്ട്. സാധാരണ ഒരു വണ്ടിയിൽ നമുക്കതിനൊരു ബട്ടൺ ഉണ്ട്. ആ ബട്ടൺ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ മഴയുള്ള സമയങ്ങളിൽ അല്ലെങ്കിൽ മഞ്ഞുള്ള സമയങ്ങളിൽ റോഡിൽ വഴുവഴുക്ക് ഉണ്ടാകുന്ന സമയങ്ങളിൽ ഇവിടെയൊക്കെ നമുക്ക് ഈ ട്രാക്ഷൻ കൺട്രോൾ ഉപയോഗിക്കാം. ട്രാക്ഷൻ കൺട്രോൾ ഉപയോഗിച്ച് റൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഒരല്പം കൂടി ഒരു സേഫ്റ്റി ഉണ്ടെന്ന് മനസ്സിലാക്കാം. ചില സമയങ്ങളിൽ ഈ ട്രാക്ഷൻ കൺട്രോൾ ഓഫാക്കി റൈഡ് ചെയ്യുന്ന സമയങ്ങളുണ്ട്. അപ്പോൾ സേഫ്റ്റിയെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് നമ്മൾ ഈ കാര്യം മനസ്സിലാക്കി ഈ ഒരു ടെക്നോളജി ഉപയോഗിക്കണം. ഇനി എവിടെയാണ് ട്രാക്ഷൻ കൺട്രോൾ ആവശ്യമല്ലാതെ വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഒരു ചളിയിൽ ഒരു ടയർ പൂണ്ട് നിൽക്കുകയെന്ന് വെച്ചോളൂ. ടയറിൽ ഈ ട്രാക്ഷൻ കൺട്രോൾ ഓണായിട്ട് ടയറിൽ ഒരു വണ്ടിയിൽ ഉണ്ടെങ്കിൽ ഈ ഫോഴ്സ് മുഴുവനായിട്ടും എവിടത്തേക്ക് കൊടുക്കും? ഏതെങ്കിലും ഒരു ടയറിലേക്ക് ആണ് പോവുക. നമ്മളിപ്പോൾ ഒരു ചളിയിൽ എന്താ പറയുക ടയർ പൂണ്ട് നിൽക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ പെട്ട് നിൽക്കുകയാണെങ്കിൽ ഈ പവർ ട്രാക്ഷൻ കൺട്രോൾ യൂസ് ചെയ്യുന്ന സമയത്ത് കൺട്രോൾ ഓൺ ആക്കിയ സമയത്ത് നമ്മളെ ടയർ ഒരു ചളിയിലേക്ക് താഴ്ന്നു പോവുകയാണെന്ന് വെച്ചോളൂ. ഇത്തരത്തിൽ താഴ്ന്നു പോകുന്ന സമയത്ത് ട്രാക്ഷൻ കൺട്രോൾ ഓൺ ആണെങ്കിൽ താണു പോയ ടയർ ഓവർ പവർ ഉപയോഗിക്കുന്ന സമയത്ത് ട്രാക്ഷൻ കൺട്രോളിൻ്റെ സിസ്റ്റം മനസ്സിലാക്കും ആ ടയറിലേക്ക് വേണ്ട പവർ റെഡ്യൂസ് ചെയ്യണമെന്നും അതിനെ എന്താ പറയുക ജസ്റ്റ് ഒരു റണ്ണിങ്ങിൽ മാത്രം സ്കിഡ്നെസ് ഉള്ളതുകൊണ്ട് ജസ്റ്റ് ഒരു റണ്ണിങ് അതിൽ ആ ടയറിലേക്ക് ആവശ്യമായ പവർ പോവില്ല. അത്തരത്തിൽ പവർ പോവാതെ ഇരുന്ന് കഴിഞ്ഞാൽ വണ്ടി ആ ചളിയിൽ നിന്ന് മുകളിലേക്ക് കയറില്ല. അതിനാദ്യം ട്രാക്ഷൻ കൺട്രോൾ ഓഫ് ചെയ്ത് മാനുവലി മെക്കാനിക്സ് ആയിട്ട് ടയർ ഫുൾ ലോഡിൽ കറങ്ങിയാൽ മാത്രമേ ചളിയിൽ നിന്ന് പുറത്തേക്ക് വരും. അപ്പോൾ ഇത് ഓഫാക്കാനോ ഓണാക്കാനുള്ള സമയങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുക. ഓണാക്കേണ്ടത് സ്കിഡ് ചെയ്യുന്ന റോഡ് അല്ലെങ്കിൽ വഴുവഴുപ്പുള്ള റോഡ്, റെയിനി ടൈം ഇതുപോലുള്ള സമയങ്ങൾ നമ്മൾ ഈ ട്രാക്ഷൻ കൺട്രോൾ ഓണാക്കി ഉപയോഗിക്കുക. ഇതുപോലെ തന്നെ എന്താ പറയുക ഓഫ് റോഡ് അല്ലെങ്കിൽ ചളിയിൽ പൂണ്ട് നിൽക്കുന്ന സന്ദർഭം അങ്ങനെയൊക്കെ വരുന്ന സമയം ഇപ്പോൾ ഈ ട്രാക്ഷൻ കൺട്രോൾ ഓഫാക്കിയതിന് ശേഷം മാത്രം റൈഡ് ചെയ്താലേ ആ ചളിയിൽ നിന്ന് ടയർ മുകളിലേക്ക് വരുള്ളൂ. അതിൻ്റെ പ്രധാന കാരണം വെച്ചാൽ ഈ ട്രാക്ഷൻ കൺട്രോൾ വർക്കാവുന്നത് വീക്കാവുന്ന ഇതുപോലെ സ്കിഡ് ചെയ്യുന്നപ്പെടുന്ന ടയറിലേക്ക് വരുന്ന പവറിനെ റെഡ്യൂസ് ചെയ്യും ഈ സിസ്റ്റം. അങ്ങനെയാകുമ്പോൾ നമുക്ക് ആവശ്യമായ പവർ കിട്ടില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ ചളിയിൽ നിന്ന് കയറി പോവുകയും ചെയ്യില്ല. അപ്പോൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുക, റൈഡ് ചെയ്യുന്ന സമയത്ത് സേഫായിട്ട് ട്രാക്ഷൻ കൺട്രോൾ ഓണാക്കുന്ന സമയത്ത് ഓണാക്കുകയും ഓഫാക്കുന്ന സമയത്ത് ഓഫാക്കുകയും ചെയ്യാം. നമ്മൾ വണ്ടികളിൽ ടെക്നോളജീൻ്റെ പീക്ക് ലെവലിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന വണ്ടിയാണ്. അപ്പോൾ ആ വണ്ടികൾ നമ്മൾ ഇത്രയും പൈസ കൊടുത്ത് ഉപയോഗിക്കുന്ന സമയത്ത് നമ്മളിതിൻ്റെ ടെക്നോളജി പരമായ എല്ലാ കാര്യങ്ങളും ഉപയോഗിച്ചിരിക്കണം. ഞാൻ പറയുന്ന 20% പേരോട് മാത്രമാണ്, ഇത് ഉപയോഗിക്കുന്നവരോടല്ല കേട്ടോ, അറിയാത്തവരോട് മാത്രമാണ് ഞാൻ പറയുന്നത്. ഞാൻ ഇന്നലെ അങ്ങനൊരു ഇൻസിഡൻറ്റ് കണ്ടുകൊണ്ടും കൂടിയാണ്. നമ്മൾ 1-2 തവണ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് ഈ സംഭവം മനസ്സിലാവും. അപ്പോൾ വീണ്ടും ഇതുപോലൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ ഓക്കെ, ബൈ, സീ യു. പറ്റുവാണെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.